ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്റെ ചിതാഭസ്മം ആചാരവിധി പ്രകാരം പാപനാശിനിയിൽ ഒഴുക്കാൻ പോവായിരുന്നു. കൂട്ടുകാരന് വേണ്ടി ജീവിക്കായിരുന്നു ഞാൻ. അല്ലാതെ കൂട്ടുകാരന്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. അയ്യോ മേഡം, മേഡം വെള്ളം എടുക്കണോ? പക്ഷെ ഒടുവില് വിഷ്ണു കരുതിയിരുന്നത് പോലെ തന്നെ അത് സംഭവിച്ചു. ഡോക്ടർ, വിഷ്ണുവിന് സോറി, ഓപ്പറേഷൻ ഫെയിലിയറായി. ഈശ്വരാ, 50-50 ചാൻസ്. അതിലൊരു 50 നമ്മൾ ഹെൽപ്പ് ചെയ്തില്ല. ഒരുപാട് കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടാ ഡോക്ടർ അവൻ പോയിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും? അവന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയും? 5 പേർക്ക് അവയവദാനം നൽകി പുതുജീവൻ നൽകിക്കൊണ്ടാ വിഷ്ണു പോയത്. വിഷ്ണു കൊടുത്ത ജീവനും കാഴ്ചയും എല്ലാമായി ആ 5 പേരും ഈ ലോകത്ത് പല കോണിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയണം. ഇവിടെ ഒരു കുടുംബം നഷ്ടപ്പെടുമ്പോ 5 കുടുംബങ്ങൾക്ക് ആശ്രയമായി വിഷ്ണു 5 കുടുംബങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ച് കാണിക്കുന്നുണ്ടെന്ന് പറയണം. അത്തരം മഹത്തായ ഒരു കാര്യത്തിന് തിരി തെളിയിച്ചിട്ടാണ് വിഷ്ണു ഈ ലോകം വിട്ടുപോയിരിക്കുന്നത്. മറ്റൊരാൾക്ക് ജീവനോ കാഴ്ചയോ പകർന്ന് നമ്മുടെ അവയവങ്ങൾ ആയുസ്സിനപ്പുറത്തേക്ക് ജീവിക്കുന്ന അനശ്വരതയാണ് അവയവദാനം. വിഷ്ണുവിന്റെ ആത്മാവിന് ഈ 5 കുടുംബങ്ങളുടെയും പ്രാർത്ഥനയുണ്ടാവും. ആ പ്രാർത്ഥന മതി വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക്. വിഷ്ണുവിന് ജീവിക്കാൻ പോകുന്നതും ഈ 5 പേരിലൂടെ ആയിരിക്കും. വിഷ്ണു, നീ ഇതുകൊണ്ട് എന്താണ് നേടിയത്? ഒരനാഥ പ്രേതം പോലെ കർമ്മങ്ങളൊന്നും ചെയ്യാതെ എന്തിനാടാ നീ ഇങ്ങനൊരു സത്യം എന്നെ കൊണ്ട് ചെയ്യിച്ചത്? ഇതിന്നല്ലെങ്കിൽ നാളെ നിന്റെ വീട്ടുകാരറിയും. അന്ന് കുട്ടികളെ കൊണ്ടുപോലും ബലി ഇടിപ്പിക്കാതെ നിന്റെ ശവസംസ്കാര ചടങ്ങ് നടത്തിയതിന് ഞാൻ കുറ്റക്കാരിയാകും. നീയും ഞാനും ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ലടാ നിന്റെ ഭാര്യ ശാലിനി ചിന്തിക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല നിന്റെ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും. ഇതിനാണോടാ വിഷ്ണു നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയത്? നീ സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിച്ചു. ഇപ്പോ നൊമ്പരം തന്ന് നീ എന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. ഒടുവില്
അവന്റെ ചിതാഭസ്മം ആചാരവിധി പ്രകാരം പാപനാശിനിയിൽ ഒഴുക്കാൻ പോവായിരുന്നു. കൂട്ടുകാരന് വേണ്ടി ജീവിക്കായിരുന്നു ഞാൻ, അല്ലാതെ കൂട്ടുകാരന്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. അയ്യോ മേഡം, മേഡം വെള്ളം എടുക്കണോ? ശാലിനി, ശാലിനി. ശാലിനി, ശാലിനി എണീക്ക്. ശാലിനി, ശാലിനി, ശാലിനി. മാഡം തളരരുത്, ഇവിടെയും നമ്മൾ പിടിച്ചു നിന്നല്ലേ പറ്റൂ. ശാലിനി, വിഷ്ണുവിന്റെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം ഗംഗാ നദിയിൽ ഒഴുക്കണം. ശാലിനി, ശാലിനി. എനിക്കിപ്പോ വിഷ്ണുവേട്ടൻ വരില്ലെന്ന് എങ്ങനെയാ പറയാ? അവർക്കത് സഹിക്കാൻ പറ്റില്ല. വിഷ്ണുവേട്ടന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഹൃദയം, കണ്ണ് എല്ലാം ദാനം ചെയ്തു. അത് ആർക്കൊക്കെ കൊടുത്തെന്ന് എനിക്കൊന്ന് അറിയണം. വേറൊന്നിനുമല്ല, ഒരു അവകാശവാദത്തിനുമല്ല. എനിക്ക് ഒന്ന് കാണാൻ. ജീവിച്ചിരുന്നപ്പോ എനിക്ക് വേണ്ടി മാത്രം തുടിച്ചിരുന്ന ഹൃദയമല്ല. അയ്യോ, ഇഷ്ടം.